ഞാൻ ചെന്നൈയിൽ നിന്ന് കുറച്ചു മുമ്പ് എത്തിയതേയുള്ളൂ. അമ്പലത്തിലേക്ക് പോകുന്ന വഴി ജയനും സുദേവനും പ്രകാശനുമായിട്ട് എന്തോ കശവശ ഉണ്ടാക്കിയെന്നറിഞ്ഞു. കശപിശ്? എന്റെ മോനെ ഞാൻ ന്യായീകരിക്കുകയല്ല. അവന് കുറച്ച് കുരുത്തക്കേറുണ്ട്. പക്ഷെ അവനെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നോട് പറയാം, അല്ലെങ്കിൽ മഹാദേവനെ ശിക്ഷിക്കാം. അറിയോ, നിങ്ങളോട് അവന് വലിയ ബഹുമാന. എന്റെ സ്ഥാനത്താണ് അവൻ നിങ്ങളെയും കാണുന്നത്. പക്ഷേ വേറൊരുത്തൻ അവന്റെ മേൽ കൈവച്ചാൽ ഞാൻ സഹിക്കില്ല. ഒരുപാട് ക്ഷമയുള്ളവനാ ഞാൻ. പക്ഷേ ശ്രീധരൻ എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്കേ. അതിനു വേണ്ടി ഞാൻ ചെയ്തോളാം. തെമ്മാടിത്തരം കാണിക്കുന്നതിന് ഒരു അതിരില്ലേ? നമ്മുടെ വില നമ്മൾ തന്നെ കളഞ്ഞു കുളിച്ചില്ലേ? രണ്ടാളും കൂടി ആ പാവത്തിനെ നടുറോട്ടിലിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലി വലിയ കേമത്തായി പോയി. നിങ്ങൾ ആരാടാ, ഗുണ്ടകളോ? എന്താടാ ഒന്നും മിണ്ടാത്തെ? നിന്റെയൊക്കെ നാം ഇറങ്ങിപ്പോയോ? അവനും അവന്റെ കൂട്ടുകാരൻ ചെയ്ത വൃത്തികേട് എന്താ വലിയേട്ടൻ ഓർക്കാത്തെ? അന്ന് അതിന് സ്കൂളിൽ പോയി തല്ലി തീർത്തല്ലേ? ഇതിന് മാത്രം ഓർത്തു വെച്ച് അവനോട് പക തീർക്കാൻ എന്ത് അപരാധാണ് അവൻ ചെയ്തത്? ഇവന്മാരെങ്കാനും തല്ലി അവൻ ചത്തുപോയാൽ ആര് സമാധാനം പറയും? വലിയേട്ടൻ ഇപ്പോഴും അവനെ ന്യായീകരിക്കുന്നത്? അതേടി, അവൻ സ്വന്തം പ്രാണം നോക്കാതെ എടുത്തു ചാടിയത് കൊണ്ടാ എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെടാതെ കിട്ടിയത്. അത് മറക്കാൻ എനിക്ക് പറ്റില്ല, മരണം വരെ. എന്ന് കരുതി ഞങ്ങൾ മതി മതി, ഇനി അതും ഇതും പറഞ്ഞു കുടുംബത്തിലെ മനസമാധാനം കളയണ്ട. ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന സമയത്ത് ഏട്ടാനിയന്മാരും തമ്മിൽ വാക്കുവാദവും പ്രശ്നമൊന്നും വേണ്ട. അവനെ കണ്ട് മാപ്പ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊറുക്കാൻ പറയണം. അവന്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. എനിക്കും വേണ്ട. നിങ്ങൾ ആരും മാപ്പ് പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ഇനി അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. ചെലപ്പാ ആ പാക്കറ്റിങ് എടുത്തു. കുറുപ്പ് കടയിലേക്ക് പോയി. പ്രകാശനോ? അകത്തുണ്ട്, കയറിയിരിക്കാം. സത്യത്തിൽ ഇത്രയും വലിയ അക്രമമാണ് അവന്മാര് ചെയ്തതെന്ന് വാസുവട്ടം പറയുമ്പോഴാ ഞാൻ അറിഞ്ഞത്. നിന്നെ കണ്ട് മാപ്പ് പറയാൻ വന്നതാ മഹാദേവൻ. അയ്യോ, പൊന്നുവിന് നല്ല വിഷമമുണ്ട്. അവള് പറഞ്ഞിട്ടല്ല അവന്മാരങ്ങനെയൊക്കെ ചെയ്തത്. അവക്കും കൂടെ വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. നീ ഒന്നും മനസ്സിൽ വെക്കരുത്. സാരമില്ല, എനിക്ക് വഴക്കൊന്നുമില്ല. ഒന്നും ചെയ്യല്ലെന്നും പറഞ്ഞ് പൊന്നു തടസ്സം നിന്നതാ. പക്ഷെ അല്ലെങ്കിലും ഇവനിപ്പോ ദോഷ സമയ. അതൊക്കെ മാറി ശാരദാമ്മേ, എല്ലാത്തിനും ഒരു നേരോ കാലം ഒക്കെ ഉണ്ടല്ലോ. ഇത് നിനക്ക് വേണ്ടി പൊന്ന് സെലക്ട് ചെയ്തതാ. എന്താ ഇത്? പാന്റും ഷർട്ടും ഏതാണ്ടൊക്കെയാ. അടുത്ത ബുധനാഴ്ച നീ വീട്ടിലേക്ക് വരണം. ശ്രീധരനെയും ശാരദാമ്മയും മോളെയും വിളിക്കാൻ ഞാൻ താമസിക്കാതെ വരുന്നുണ്ട്. എന്താ വിശേഷിച്ച്? ബുധനാഴ്ച പൊന്നുവിന്റെ വിവാഹ നിശ്ചയം. എല്ലാം പെട്ടെന്നായിരുന്നു. പെണ്ണ് കാണലും ചെറുക്കം കാണലും ഒക്കെ ഇന്റർനെറ്റ് വഴിയായിരുന്നു. എവിടുന്നാ? അവരുടെ തറവാടൊക്കെ ഇവിടെ പട്ടാമ്പിയില. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, വന്നിട്ട് ഒരു ഗ്ലാസ് ചായ പോലും അത് കുടിക്കാതെ. അടുത്ത പ്രാവശ്യം വരുമ്പോ ആട്ടെ. ഇനി ഒന്നേ, ബുധനാഴ്ച അങ്ങ് എത്തിയേക്കണം. പിന്നെ നിന്റെ കൂട്ടുകാരെയൊക്കെ കൂട്ടുകാരെ എല്ലാം ഒന്ന് കോംപ്രമൈസ് ആക്കണം. ഇറങ്ങട്ടെ. തല്ലിയത് ബാനറിന്റെ പ്രശ്നം കൊണ്ട് മാത്രമൊന്നുമല്ല. ഇവന് വലിയ മുതലാളിയായിട്ടുള്ള അടുപ്പോ അങ്കിള് വിളിയോ ഒന്നും അവന്മാർക്ക് അത്ര സുഖിച്ചിട്ടില്ല. സത്യത്തിൽ ഈ കാണുന്ന ജുവലറിയും സ്വത്തുക്കളും ഒക്കെ ഉണ്ടായപ്പോഴല്ലേ ഈ അനിയന്മാരൊക്കെ അടുത്ത് കൂടിയത്. വലിയ മുതലാളി സ്വർണ്ണപണ്ടം പണയത്തിനെടുക്കൂന്ന് പറഞ്ഞ് ഇത്തിരി പോകുന്നൊരു പെട്ടിക്കടയായിട്ട് ഇരുന്നപ്പോ കൂടെ ആ വാസുവേട്ടനും അമ്മയും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ. പക്ഷെ ഞാൻ ആലോചിക്കുന്ന അതല്ല. ഇത്രയും കൊല്ലം മനസ്സിൽ കൊണ്ട് നടന്ന അവളെ ഇവൻ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? ഇതടാ പറ്റുമോ? ഏയ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല. മനസാക്ഷിയെ കട്ടപ്പുറത്ത് കേട്ടിട്ട് സംസാരിക്കില്ല പ്രകാശ. അവൾക്ക് ഇവന് ഇഷ്ടമായിരുന്നെന്ന് ഞാൻ പറയണം. അല്ലെങ്കിൽ ഇവന് പാന്റ് ഷർട്ടും സെൽഫോണൊക്കെ കൊടുത്ത എന്തിനാ? പ്രായച്ചിത്തം, കുറ്റബോധം. പ്രകാശ, സെൽഫോൺ എടുത്ത് കുത്തി വിളിയടാ അവളെ. എന്നിട്ട് നിന്റെ ചങ്കിനകത്തുള്ളത് തുറന്ന് പറയവളോട്. ഏയ് വേണ്ടടാ, അവളൊക്കെ വലിയ വീട്ടിലെ പെണ്ണ. ഞാനോ ഈ നാട്ടിലെ വെറും പലചരക്കടക്കാരന്റെ മോനും. നമുക്കൊന്നും വിധിച്ചിട്ടില്ലടാ. എന്തായാലും നമുക്ക് നിശ്ചയത്തിന് പോണം. ഓം ശ്രീ ഗണപതായ ഭവാനി.
കുഴപ്പമില്ല. ഓക്കെ. നീ എന്തോ ചെയ്യണത്? കുഴലിന് ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കിയതാ. കുടിക്കുന്നവർക്ക് തടസ്സം ഉണ്ടാവരുതല്ലോ. ഇതിലുണ്ടോ എന്തോ? എടാ അതിന്റെ അകത്ത് വീണ് മുങ്ങി ചാവല്ലേ? അവിടെ വെയ്. എക്സ്ക്യൂസ് മീ മാഡം, എനിക്ക് മനസ്സിലായില്ല. ഇവിടുത്തെ സെർവന്റ് ആണോ? എന്താ പേര്? പെട്രീഷ്യ. പെട്ടിയാട്ടോ റഷേ? പെട്ടി ഊട്രീഷ്യ എന്നല്ല, പെട്രീഷ്യ. ഇക്കണക്കിന് കുട്ടിയുടെ അമ്മയുടെ പേരെന്താ? പെറ്റിനിറ്റോ. ഇതുവരെ അവര് പെറ്റണിയിട്ടില്ലേ? കഷ്ടം. അനാവശ്യം പറയുന്നു. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡകാലം. നീ ഇതെവിടെ പോയതാ? ഞാൻ ബാത്റൂമില്. ഈ നേരത്താ? ബാത്റൂമിൽ പോവാ അങ്ങനെ സമയവും കാലമൊന്നുമില്ല. മുട്ടിയാ എനിക്ക് ഉടനെ പോണം. അതാ ഒരു കിതപ്പ്. ഇതിലൊന്നും നിറച്ചില്ലേ? നിറയ്ക്കാൻ പോകുന്നേ ഉള്ളൂ. നിനക്ക് അടി കിട്ടിയല്ലേ? നിനക്ക? എനിക്ക് സെയിം വിറ്റ്. എനിക്കൊന്നും കിട്ടിയുള്ളൂ. എനിക്ക് സ്ഥിരം കിട്ടുന്നതാ. മനസ്സിലായി. എനിക്ക് ഒന്ന് ബാത്റൂമിൽ പോണം. ഫ്ലഷ് ചെയ്ത സെപ്റ്റിറ്റാങ്കിൽ നോക്കിയാ മതി. ഉണ്ടാക്കടാ. സത്യം പറഞ്ഞ ഈ പ്രകാശന്റെ മനക്കെട്ടി സമ്മതിക്കണം. ഒന്നും ഉണ്ടാകാത്തതുപോലെ കൂളായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? ഞാനോ മറ്റോ ആയിരിക്കണമായിരുന്നു. ഈ ഫാനിൽ കെട്ടിത്തൂക്കി ചത്തേന. എവിടെ? ഈ ഫാനില്. ടേബിൾ ഫാനില. ഒറ്റ ഇടി ഇടിച്ചോണ്ടല്ലേ നടക്കുന്ന കാര്യമല്ല പറയടാ. ഇനി വരന്റെ അച്ഛനും വധുവിന്റെ അച്ഛനും മുഹൂർത്തക്കുറിപ്പ് അങ്ങ് കൈമാറുക. ഇനി വരനും വധുവും പരസ്പരം മോതിരങ്ങൾ അണിയിക്കുക. എന്താണ് ഈ കാണിച്ചേ? മുഖത്ത് കണ്ണില്ലേ? കേറി വന്നോളൂ ശകുനം മുടക്കാൻ. എന്നറിയാതെ